ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആശ്രാമത്താണ്. അപ്പോൾ നമ്മൾ ഇന്ന് കൂടെ നമ്മളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് പേരെന്താ സാർ? ഷാജി. ചോദ്യം ഇതാണ്: ഒരു കാര്യം അവസാനിക്കുന്നിടത്തുനിന്ന് ഒരു തുടക്കം ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ആ ചേട്ടൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഈ അവസാനം എന്ന് പറയുന്ന ഒരു സങ്കല്പം അത് ശരിക്കും മിഥ്യയാണ്, യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്തതാണ്. പക്ഷെ നമ്മൾ പറയുന്നു നമ്മൾ മരിക്കുന്നു അല്ലേ എന്നൊരു സങ്കല്പം, അത് അവസാനിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ ഒരു കാര്യവും അവസാനിക്കുന്നില്ല. നമ്മുടെ മനസ്സാണ് എല്ലാം അവസാനിപ്പിക്കുന്നത്. മരിച്ചു എന്നല്ലെങ്കിൽ ജഡത്വം എന്നൊക്കെ പറയുന്നത് എല്ലാം തുടക്കമാണ്. മരണം മറ്റൊന്നിലോട്ടുള്ള തുടക്കമാണ്. അത് തീർച്ചും ഇവിടെ ഈ മതങ്ങൾക്കൊക്കെ പറ്റിയ അപജയം എന്ന് പറയുന്നത് എന്തോ അവസാനിച്ച് നമ്മൾ സ്വർഗത്തോട്ട് പോകുന്നു, നരകത്തോട്ട് പോകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവജാലങ്ങളിലോട്ട് പോകുന്നു ഒന്നുമല്ല. ഇത് ജനിമൃത്യു ചക്രങ്ങളിൽ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുക. കോടാനുകൂടി ജന്മങ്ങൾ നമ്മളിവിടെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ സെൻസിന് ഗോചരമല്ല. നമ്മൾ എവിടെയാണോ റണ്ണിങ്ങിൽ നേരത്തെ എവിടെയായിരുന്നു, നമുക്ക് മരിച്ചതിന് ശേഷം നമ്മൾ എവിടെയാണെന്നും നമ്മുടെ സെൻസിന് അറിയത്തില്ല. അത് ടാബ്ലെസ് എന്നാ പറയുന്നത്. നമ്മളെ മായ്ക്കുകയാണല്ല, നമ്മൾ മരിക്കുന്നില്ല. ഇത് തുരുമ്പിച്ചു, ഇനി ഇതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. നമ്മളെ മാറ്റുക, നമ്മളവിടെ തന്നെ ഉണ്ട്. ഉദാഹരണം, നമ്മളെ ഇപ്പം കിഡ്നി മാറ്റി വെക്കുന്നു, ഹാർട്ട് മാറ്റി വെക്കുന്നു അല്ലേ, ഈവൻ നട്ടല് പോലും മാറ്റുന്നു. പക്ഷെ ആളത് തന്നെയാണല്ലോ. പ്രകൃതി എന്ത് ചെയ്തു, ദൈവം എന്ത് ചെയ്തു, ആളിനെ തന്നെ മാറ്റി. നമ്മളവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ശരീരമാണ് മാറ്റിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം മോനെ, ഇത് പറഞ്ഞു വരുമ്പോൾ ജീവിതത്തിൽ തുടക്കമില്ല, അവസാനമില്ല. ഇതൊരു ഭയങ്കര കളി കളിച്ചിരിക്കുക. അത് ഗീതയിൽ അത് അടിവരയിടുന്നുണ്ട്. ജനിമൃത്യു ചക്രങ്ങളിൽ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുക. ലീല എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. എന്ന് പറയുന്ന കളിയാണ്, വെറും ഒരു തമാശ കളിച്ചിരിക്കുക ദൈവം, പ്രകൃതി. ഇവിടെ മനുഷ്യൻ ഇതുമായിട്ട് അങ്ങ് പറ്റിപ്പിടിച്ചു. സുഗന്ധം എന്ന് പറയുന്നത് അത് അതിന് വാക്കുകളില്ല, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഒന്നും അവസാനമില്ല. നിങ്ങൾ കൂടുതൽ അനുഭവിക്കാനോ അറിയാനോ ആണ് ഈ ലോകത്ത് വന്നിരിക്കുന്നത്. അല്ല ഈ പെട്ടെന്ന് എന്തെങ്കിലും എടുത്ത് തോളെ കെറ്റി ജാതി, മതം, ഈഗോ, ഈർഷ, അധികാരം, സമ്പത്ത്, ഇതെല്ലാം രോഗങ്ങളാ. ക്യാൻസർ പോലും അങ്ങ് തൊഴു. മാരക രോഗങ്ങളുടെ പേരാണ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞ രോഗങ്ങളുടെ പേരാ. അല്ലാതെ അത് മനുഷ്യരുമായിട്ട് ഒരു ബന്ധമൊന്നുമില്ല. ഇവിടെ ഈ കെട്ട പൗരോഹിത്യ വർഗം, മതവർഗം, അവർ മനുഷ്യനെ ചൂഷണം ചെയ്തിരിക്കുക. അവരാണ് ഈ ലോകത്ത് ഇത്രയും സംഘർഷം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്രയും യുദ്ധങ്ങളും മതിലുകളും ദേശങ്ങളും വംശങ്ങളും എല്ലാം ഇവിടെ ഒന്നുമില്ല. അനന്തത മൊത്തം ഏകത്വത്തിൽ വർദ്ധിക്കുകയാണ്. അമരത്വം, തുര്യത്വം എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, ഏകത്വമാണ്. ഇവിടെ ഒന്നില്ല. ഇവിടെ എല്ലാം ഒന്നാണ്. നിങ്ങളും ഞാനും ഈ പല്ലിയും പാറ്റയും ഗാലക്സിയും പ്രപഞ്ചവും എല്ലാം ഏകത്വത്തിൽ വർദ്ധിക്കുക. കണ്ടോ, ഈ ലോകം ഇത്രയും സുന്ദരമായ ലോകത്തെ ഇത്രയും വികൃതമാക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മനുഷ്യൻ എത്ര ശക്തിയുണ്ട്. കണ്ടോ, ദശലക്ഷം ശക്തിയുടെ കേന്ദ്രബിന്ദുവോ മനുഷ്യൻ. അവന് ഈ ലോകത്തെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. കണ്ടോ, 750 ഗ്രാം മസ്തിഷ്കമുണ്ട്. അവനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ അപ്പൊ ഇവിടെ ഈ മതങ്ങളുടെ ഈ തള്ളിക്കയറ്റം ഉണ്ടല്ലോ. അറിവ് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അറിവല്ല, അറിയലാണ്, സ്വയം അറിയൽ. കണ്ടോ, അനുഭൂതി എന്നാ പറയുന്നത്. ഹൃദയത്തിന്റെ ഭാഷയാണ്. കണ്ടോ, തല സമ്മതിക്കത്തില്ല. അവിടെ വ്യതിരക്തതയും വൈവിധ്യങ്ങളും എല്ലാം കണ്ടെത്തും. നിങ്ങള്, ഞങ്ങള്, എലി, ദേശം, വംശം, കണ്ടോ, ദൈവം, അങ്ങനൊന്നുമില്ല. കംപ്ലീറ്റ് നിങ്ങളും ഞാനും എല്ലാം കൂടെ ഏകത്വമാകുന്ന ഒരു സങ്കല്പമാണ് ദൈവികത എന്ന് പറയുന്നത്. അത് അവിടെ ഉണ്ട്. അത് ബുദ്ധിപരമല്ല, ശാസ്ത്രപരമല്ല, അനുഷ്ഠാനമല്ല, ആചാരമല്ല, പള്ളിയിൽ പോക്കോ തലയും കുത്തി നിപ്പോ ഒന്നുമല്ല. അത് വേറൊരു തലമാണ്. ഇതെല്ലാം ഒരു മിത്താണെന്ന്, ഒരു കെട്ടുകഥയായിട്ടാണല്ലോ. കെട്ടുകഥ എന്ന് പറയുന്നത് മനുഷ്യന്, ഞാൻ പറഞ്ഞില്ലേ, അവനെന്തും യാഥാർത്ഥ്യമാക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലായി. നിരന്തരമായിട്ട് ഒരു കാര്യം അതാ മതങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. കണ്ടോ, നിരന്തരമായിട്ട് ഒരു ആവർത്തനം. കണ്ടോ, രാമ രാമ രാമ, അല്ലെങ്കിൽ ഖുർആൻ, അല്ലെങ്കിൽ ബൈബിൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ. അത് ആവർത്തനം മനുഷ്യന് അതിന്റെ ഭ്രമം എന്ന് പറയുന്ന ഇല്യൂഷനിലോട്ട് പോകും. കാര്യം ഇവന്റെ യാഥാർത്ഥ്യമായിട്ട് വിചാരിക്കും. ഇത് മനസ്സിന്റെ ഒരു കഴിവാ. പറഞ്ഞു മനസ്സിലായോ? കണ്ടോ, ദൈവം, വിശ്വാസം, കണ്ടോ, അനുഷ്ഠാനം, ആചാരം, കണ്ടോ, ഇതെല്ലാം ഈ ഇവിടെ പൗരോഹിത്യം ഇതെല്ലാം അടിച്ചേൽപ്പിച്ചു. പറഞ്ഞു മനസ്സിലായോ? അവന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനോ അവരെ സമ്മതിക്കുന്നില്ല. ഒരു കുട്ടി ജനിച്ച് അവിടെ ചാടി വീഴുക. ഈ മതങ്ങൾ, കെട്ട മതങ്ങള്, ചാണാക്കുഴി മതങ്ങള് ചെയ്ത ഒരു പരിപാടി അതാ. കാര്യം എല്ലാ മതത്തിനും അതിന് തുല്യ പങ്കുണ്ട്. ഒന്ന് നല്ലത്, ഒന്ന് ചീത്തയല്ല. എല്ലാം ഒരു അമ്മ പെറ്റ മക്കളാ. എല്ലാം ഒരു ചാണാക്കുഴിയിലെ കൊണ്ടുള്ള പുഴുവാ. അതെല്ലാം. അപ്പൊ ഇവിടെ ആരും നല്ലതെന്ന് മതങ്ങളങ്ങ് പുണ്യാത്മാവൊന്നും ആവണ്ട. ഇവിടെ എല്ലാം കെട്ടതാ. ഇവരാണ് ഈ ലോകത്തെ വിഷം കുടിപ്പിച്ചിരിക്കുന്നത്. അവർ സ്വയം കുടിച്ച് എന്നിട്ട് മറ്റുള്ളവരെയും കുടിപ്പിക്കുക. മോനെ, ജീവിതം സ്വാതന്ത്ര്യമാണ് കൽപ്പിക്കുന്നത്. നീ നിന്നിലോട്ട് നീങ്ങുക. പറഞ്ഞു മനസ്സിലായോ? നീ ഇവിടെ വന്നിരിക്കുന്ന ആർക്കെങ്കിലും പണിയെടുക്കാൻ വേണ്ടിയല്ല. പറഞ്ഞു മനസ്സിലായോ? രാഷ്ട്രത്തിനോ മതങ്ങൾക്കോ ദേശത്തിനോ വംശത്തിനോ അല്ല നീ വന്നിരിക്കുന്ന ഈ ലോകത്തെ. കാര്യം എന്തോന്നറിയോ? നിന്നിലൂടെ ഈ ലോകത്തെ മനസ്സിലാക്കാൻ പറ്റും. കടവെടുത്തുള്ള എല്ലാം അത് വിഭജനമാണത്. നമ്മൾ കൂണിപ്പോവും. മനസ്സിലായോ? അവരാരും അല്ലാതെ ഈ ലോകത്തുനിന്ന് പോകും. അതുകൊണ്ടാണ് ഈ ലോകത്ത് കെട്ടുകഥകളും കള്ളങ്ങളും കൊണ്ട് നിറച്ചിരിക്കുക. അത് ശാസ്ത്ര മനസ്സാണെങ്കിലും. ഇപ്പൊ ശാസ്ത്രം പോലും ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. ഇവരറിഞ്ഞു തന്നെ ഇവര് തന്നെ തിരുത്തുക. പറഞ്ഞു മനസ്സിലായോ? ഒന്നും അൾട്ടിമേറ്റ് അല്ല. ജീവിതത്തിനോട് അൾട്ടിമേറ്റ് അല്ലെന്നുള്ള ഏറ്റവും വലിയ അവസാനമല്ലെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഒരിക്കലും സത്യം കണ്ടെത്താൻ പറ്റില്ല. ബുദ്ധിപരമല്ല, സൈദ്ധാന്തികപരമല്ല, ആദർശപരമല്ല, പ്രതിശാസ്ത്രപരമല്ല, മതപരമല്ല, അക്കാഡമിക് അല്ല, ഒന്നുമല്ല. സത്യം ഭയങ്കര വിഷയം. അത് ഈ കേവലം നമ്മുടെ ഈ തല കൊണ്ട് കണ്ടെത്താൻ പറ്റില്ല.
ഭയങ്കര വിഷയം ഇത്. ഈ മതങ്ങളെല്ലാം കെട്ടിച്ചമച്ചിരിക്കുക. ഇവർക്കറിയത്തില്ല, ഇവരറിഞ്ഞില്ല, കണ്ടോ, മറ്റൊരു അറിയാൻ പാടില്ല. അപ്പൊ അവിടെ കടന്നുകയറ്റം നടത്തിയിരിക്കുക, ഒരു അക്രമം നടത്തിയിരിക്കുക, മനുഷ്യന്റെ പേരിൽ ഏറ്റവും വലിയ പീഡിത ശ്രമം നടത്തിയിരിക്കുക മതങ്ങൾ. അതെല്ലാത്തിനും തുല്യ പങ്കുണ്ട്. ലോകത്തെ ഇത്രയും സുന്ദരമായ ലോകത്തെ വിഷം കുടിപ്പിച്ചതിന്, ഇത്രമായ സുന്ദര സംഘർഷഭരിതമാക്കിയതിന്, യുദ്ധമാക്കിയതിന്, ദേശങ്ങളാക്കിയതിന്, വംശങ്ങളാക്കിയതിന് എല്ലാം ഉത്തരവാദി മതങ്ങളാണ്. പറഞ്ഞു മനസ്സിലായോ? ലോകം അതിവിശാലമായ പ്രപഞ്ചം നമ്മളെ ഇവിടെ ഒരു സാധ്യത മാത്രമാണ് മനുഷ്യന്റെ എന്ന് പറയുന്നത്. എന്തിലോ എത്തിച്ചേരാനുള്ള ഒരു സാധ്യത, ഒരു റൂട്ടാണ്, ഒരു വഴിയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ഇത് അൾട്ടിമേറ്റ് ഒന്നും അല്ല. ഭയങ്കര വിഷയം ഇത്. ഇവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങ് കെട്ടിക്കയറ്റി. അതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെന്ന് പറയുന്നത് വിഷം കുടിച്ച മത പുരോഹിതന്മാരാ, പണ്ഡിതന്മാരാ, ഈ അറിവാളികൾ എന്ന് പറയുന്നവരാ. അറിവാളികൾ, ഞങ്ങൾ വലിയ അറിവുള്ളവരാ. അവരാണ് ഈ ലോകത്തിന്റെ പാപികൾ യഥാർത്ഥത്തിൽ. അതെല്ലായിടത്തും ഉണ്ട്. അത് വത്തിക്കാനിലുണ്ട്, ഉണ്ടാവും, ജെറുസലേമിലുണ്ട്, ഹൊമേനിമാരുണ്ട്, ശങ്കരാചാര്യന്മാരുണ്ട്. ആരും ഇതിനകത്ത് മുക്തരല്ല. ഇവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ പീഡകർ. അപ്പൊ ഈ മതങ്ങൾ കൊണ്ട് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, മതങ്ങൾ കൊണ്ട് ഒരു നല്ല കാര്യം ഉണ്ടായിട്ടില്ല. ഞാൻ എങ്ങനെ നോക്കിയിട്ട് ഒരു കാര്യം ഉണ്ടാകത്തില്ല. ഇവർ ഈ പറയുന്ന ഈ സദാചാരം, അല്ലെങ്കിൽ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും വീട് വെച്ച് കൊടുക്കുന്നത്, അതൊന്നുമല്ല മോനെ മതം. അങ്ങനെയൊന്നുമില്ല. ഇത് ആരുടെയൊന്നും കുത്തകയൊന്നുമല്ല. ഭൂമി ആരുടെ, എനിക്ക് സ്വന്തമല്ല. പുറത്തുള്ള ചവറ എനിക്ക് അങ്ങനെ സ്വന്തമാവും? എനിക്ക് സ്വന്തമല്ല. ഈ പുറത്തുള്ള ചവറ് എനിക്കാരെന്താ തരേണ്ടത്? എനിക്കൊരു അവസരം തന്നിരിക്കുക. ഇത് നമ്മുടെ ഈ ആവശ്യം ഭക്ഷണവും ഇവിടെ എല്ലാവർക്കും സുന്ദരമായിട്ടല്ല നിങ്ങളെവിടെ ജനിപ്പിച്ചിട്ടുണ്ടോ? ഇതിനുള്ള ആവശ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് പ്രകൃതി തന്നെ തന്നിട്ടുണ്ട്. ഈ കെട്ട മനസ്സാണ് പ്രശ്നം ചെയ്തിരിക്കുന്നത്. അവിടെ മനസ്സ് കയറിയിട്ടു. ആ മനസ്സിന്റെ ഉൽപ്പന്നങ്ങളായി ഇതെല്ലാം. ഈ ദേശവും വംശവും മതങ്ങളും സങ്കല്പങ്ങളും സ്വർഗവും നരകവും ദൈവവും എന്നൊക്കെ പറയുന്ന ഒരു ദൈവം വന്ന് കമ്പുമായിട്ട് പറഞ്ഞില്ല. ഇപ്പൊ ഇവരെന്തോ പുണ്യാത്മാവ് ചവയാൻ വേണ്ടി നക്കാപ്പിച്ചയൊക്കെ കൊടുത്തിട്ട് അവർ എല്ലാം അവരുടെ ലോകത്തോട്ട് അവരുടെ സാമ്രാജ്യം സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് അവർ പറയും അവരേതാണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുകയാണെന്ന്. അവർ ശരിക്കും പറഞ്ഞാൽ ബോംബ് വരെ തൊഴും, ആറ്റം ബോംബ്. ഒരിക്കലും മതം ഒരു കാര്യവും ചെയ്തിട്ടില്ല. മതം ഈ ലോകത്ത് പ്രശ്നങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ഒരു കാര്യം ചെയ്തു. മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയവും അധികാരവും സമ്പത്തും എല്ലാം വൃത്തികെട്ട. മനുഷ്യൻ അവന്റെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കുക, ഇഷ്ടത്തിനനുസരിച്ച് തിന്നുക, കുടിക്കുക, രമിക്കുക. അപ്പോഴാണ് യഥാർത്ഥ മതം ഉദയം ചെയ്യുന്നത്. മതം മുന്നോട്ട് വെക്കുന്നുണ്ട് കൺസെപ്റ്റ്. മതം സ്വാതന്ത്ര്യമാണ്. അത് ഈ ആൾക്കൂട്ട മനുഷ്യ മതങ്ങളല്ല പറഞ്ഞിരിക്കുന്നത്. മതമുണ്ട്, നിങ്ങൾക്കൊരു മതമുണ്ട്, എനിക്കൊരു മതമുണ്ട്. ആൾക്കൂട്ട മതമല്ല. രണ്ടുപേര് പോലും ചേരുന്നത് മതമല്ല. അത് ഇൻഡിവിജ്വാലിറ്റി എന്നാണ് പറയുന്നത്, നിജ എന്നാണ് പറയുന്നത്. കണ്ടോ, നിങ്ങളും നിങ്ങളുടെ സ്വത്വബോധവും ഈ പ്രപഞ്ചവുമായിട്ടൊരു രമ്യതയിലാകുന്ന ഒരു റൂട്ട് കണ്ടോ, ഒന്നായിത്തീരുന്നൊരവസ്ഥ. അവിടെ മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. ഒരു ഇടനിലക്കാരനായിട്ട് മതങ്ങൾ വരുമ്പോൾ അവരിൽ പല ഉദ്ദേശങ്ങളും ഉണ്ട്. കാര്യം അവനെന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അവനത് ചൂഷണം ചെയ്യാണ്. നിങ്ങളെ ചൂഷണം ചെയ്യാണ്. ഞങ്ങൾ പറയും കണ്ടോ, നിങ്ങൾ സ്വർഗം നരകം ദൈവമുണ്ട്, വന്ന് പ്രാർത്ഥിക്കുക, പള്ളി വാ. ഒന്ന് അവസാനിക്കുമ്പം മറ്റൊന്ന് തുടങ്ങുമെന്ന് പറയുന്നത്. അത് അതിന് എന്തെങ്കിലും ഉദാഹരണം എന്തെങ്കിലും പറയാൻ? അതിന് ഉദാഹരണം എന്തോ മോനെ, നിങ്ങളിപ്പം വെള്ളം എടുക്കുക, ചുറ്റുമോ വെള്ളം എടുത്തിട്ട് ഇപ്പം നിങ്ങൾ 100 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ അവിടെ വെള്ളം അപ്രത്യക്ഷമായ, പക്ഷെ വേറൊന്നായി മാറിയില്ലേ? എന്തായി മാറിയത്? ബാഷ്പമായി മാറി. ഈ സാധനം തന്നെ തിരിച്ചു വരുന്നത്, നമ്മൾ തന്നെ ഇവിടെ എല്ലാം വരുന്നത്. അപ്പോൾ ഒന്ന് അവസാനിക്കുമ്പോൾ അങ്ങ് അവസാനിക്കുകയല്ല അവിടെ ചെയ്യുന്നത്, വേറൊരു രൂപം ഭാവം പ്രാപിക്കുക ചെയ്യുന്നത്. ഭയങ്കര വിഷയം. ഇപ്പം നിങ്ങൾ ഈ കരിയില കൂട്ടി തീയിട്ട്, പക്ഷെ കരിയില അപ്രത്യക്ഷമായി, അത് വേറെ രൂപത്തിലൂടെ ആകാശത്തുണ്ട്. നമ്മുടെ ഈ ശബ്ദങ്ങൾ നമ്മളിവിടെ നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു പോയി, ഇത് ഊർജ്ജ രൂപത്തിലൂടെ ഉണ്ട്. ഒന്നും എങ്ങോട്ടും പോകുന്നില്ല. പക്ഷെ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമായതേ ഉള്ളൂ. അതിവിടെ തന്നെ ഉണ്ട്. വിശാല പ്രപഞ്ചത്തിലെല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു വിശാല പ്രപഞ്ചം ഇവിടെ ഉണ്ട്. നമ്മുടെ ഒരു ശ്വാസം വിടുന്നത് പോലും ഇവിടെ ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പം നമുക്ക് തോന്നുകയാണ് ഏതാണ്ട് എല്ലാം അവസാനിച്ചെന്ന്. ഇവിടെ വേറെ രൂപത്തിലും. അപ്പം നമ്മൾ തന്നെ ഇവിടെ തിരിച്ചു വരുന്നത് ഈ വെള്ളം തന്നെയാണ്. നിങ്ങൾ 100 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കി കണ്ടോ, അത് വേറെ രൂപത്തിലാവുന്നു, ബാഷ്പമായി പോയി. ഇതല്ലേ അന്തരീക്ഷത്തിൽ ഉറഞ്ഞ് വീണ്ടും താഴോട്ട് വരുന്നത്. എല്ലാവരും പറയത്തില്ലേ കോഴിയാണ് ആദ്യം ഉണ്ടായത്, മുട്ടയാണ് ആദ്യം ഉണ്ടായിരുന്നത്? യഥാർത്ഥത്തില് നമ്മള് കോഴി മുട്ട എന്നൊക്കെ പറയുന്ന അവിടെ രണ്ടെന്ന് പറയുന്നത് ഒന്നും ഇല്ല, മൂന്നാമതൊന്നാണ് അദ്വൈതം പറയുന്നതിൽ കണ്ടോ. മനസ്സ്, ശരീരം, ആത്മാവ്, സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ. കണ്ടോ, 3ന്റെ സംഭവം വരുന്നുണ്ടോ? 3 എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. നമുക്ക് 2നെ അറിയത്തുള്ളൂ. കണ്ടോ, കോഴി മുട്ട, നിങ്ങൾ ഞങ്ങൾ, കണ്ടോ, ദൈവം ലോകം. ഇങ്ങനെ 2അല്ല 3 അദ്വൈതം എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പം ഈ കോഴി മുട്ട എന്ന് പറയുന്ന അവിടെ ഇല്ല യഥാർത്ഥത്തിൽ. മൂന്നാമതെന്നേ ഉള്ളൂ. 2 ഒന്നായി ചേരുന്നു. അതായത് കോഴി എന്ന് പറയുന്നത് കാണാത്ത മുട്ടയാ, മുട്ട എന്ന് പറയുന്നത് കാണാത്ത കോഴിയാ. അപ്പം കോഴിയും മുട്ടയും യഥാർത്ഥത്തിൽ അവിടെ ഉള്ള 3, ഇപ്പം 1ന്റെ 2 വശങ്ങളാണ്. അപ്പം നിങ്ങൾ ഒരു നാണയം പൊക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ 2 വശമുണ്ട്. പക്ഷെ നമ്മൾ പറയും 2 വശമുള്ളെന്ന്. പക്ഷെ ആ നാണയം എന്ന് പറയുന്നത് 3 കൂടെ ചേർന്നിട്ട് ഒന്നായി മാറുന്ന ഒരു അവസ്ഥ. ഇപ്പം 2 കൂടെ ചേർന്നിട്ട് ഒന്നായി മാറുന്ന അവസ്ഥ. അപ്പം ഈ ദ്വന്ദ്ങ്ങൾ അവിടെ ഉണ്ട്. മനസ്സിന് ദ്വന്ദ്ങ്ങളെ അറിയത്തുള്ളൂ. കണ്ടോ, മനസ്സ്, ശരീരം, കണ്ടോ, ജനനം, മരണം, ആണ്, പെണ്ണ്, സുഖം, ദുഃഖം, ലാഭം, നഷ്ടം. പക്ഷെ മൂന്നാമതൊന്ന് കണ്ടോ. അപ്പൊ ഈ 2നെ നിയന്ത്രിക്കുന്ന ഒരു സംഭവമാണ് ഈ മൂന്നാമതൊന്നെന്ന് പറയുന്നത്. അപ്പം 3ആണ്. അത് വൈറ്റൽ എനർജി എന്നാ പറയുന്നത്. ആ എനർജി 2ഉം ചലിക്കുന്ന ഊർജ്ജമാണ്.
പറഞ്ഞ മനസ്സിലായോ? കോഴിയും മുട്ടയും ചലിക്കുന്നുണ്ട്, ഊർജ്ജമാണ്. പക്ഷേ ഇതിനെ നിയന്ത്രിക്കുന്ന ന്യൂട്രലായിട്ടൊരു സംഭവമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ദൈവിക സങ്കല്പം എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് ഭയങ്കര ഒരു വിഷയം. ഇത് നമുക്ക് ഒരിക്കലും ഒരു അക്കാഡമിക് മനസ്സിലൂടെ അല്ലെങ്കിൽ ശാസ്ത്ര മനസ്സിലൂടെ ഇതൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അത് സ്വയം അനുഭവിച്ചറിയേണ്ട ഒരു സംഭവം. അത് ഇവിടെ വന്ന ബോധോദയം പ്രാപിച്ചവർക്കുള്ള ബുദ്ധനും കൃഷ്ണനും നബിക്കും യേശുക്രിസ്തുവിനും ഒക്കെ കണ്ട നമ്മുടെ കണക്ക് മനുഷ്യരായിരുന്നവരെല്ലാം. അവർക്കെല്ലാം ഏകദേശം ഇത് പിടികിട്ടി. ഇത് ശാസ്ത്ര മനസ്സിന് ഇത് പിടികിട്ടത്തില്ല. ആ ഏകത്വം എന്ന് പറയുന്ന ദ്വന്ദ്ങ്ങൾക്കപ്പുറം വരുന്ന ഒരു മൂന്നാമത് അദ്വൈതം എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയിലുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ആ സങ്കല്പത്തിലൂടെ നമ്മൾ കടന്നാലേ നമുക്ക് ഈ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ന്യൂട്രലായിട്ടൊരു സംഭവമുണ്ട്. അവിടെ കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. അവിടെ സംഭവം ന്യൂട്രലാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ന്യൂട്രൽ എന്ന് പറയുന്ന ഈ വെള്ളം H2O എന്ന് പറയുന്ന നമ്മൾ വെള്ളം എന്ന് പറയുന്ന ഈ സാധനം കണ്ടോ, അത് കണ്ടോ മൈനസിലോട്ട് പോകുമ്പം ഐസായി മാറുന്നു. പറഞ്ഞു മനസ്സിലായോ? അതിന് 100 ഡിഗ്രിയിൽ എത്തുമ്പം കണ്ടോ അത് വേറൊരു രീതിയിലായി മാറുന്നു. സംഭവം ഒന്നല്ലേ? അപ്പോൾ ഈ ഒന്നവിടെ തന്നെ ഉണ്ട്. അത് തുടങ്ങുന്നില്ല, അവസാനിക്കുന്നില്ല, അത് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. മനസ്സിലായോ? മനസ്സും ശരീരമാണ് മരിക്കുന്നതും ജനിക്കുന്നതും. ഇപ്പം നമ്മുടെ മദ്യം എന്ന് പറയുന്നല്ലേ ആത്മാവെന്ന് പറയുന്ന സങ്കല്പം നമുക്കെടുക്കാം. അതവിടെ വരുന്നില്ല, പോകുന്നില്ല. അത് നിത്യതയാണ്. അതാണ് ഈ നിത്യത എന്ന് പറയുന്നത്. ഇപ്പം ലോകം തുടങ്ങിയിട്ടില്ല, അവസാനിക്കുന്നില്ല. ഇതിനിടയിലുള്ള സംഭവങ്ങളാണ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. നമ്മൾ മാറും. കണ്ടോ, ഈ മരങ്ങൾ പോവും, ഭൂമി നശിക്കും, വീണ്ടും തിരിച്ചു വരും. ഈ ഊർജ്ജം വേറെ രൂപത്തിലും ഭാവത്തിലും ഇവിടെ തന്നെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല, തുടങ്ങുന്നില്ല. പറഞ്ഞ മനസ്സിലാവും. അതാണ് ദൈവത്തിന് തുടക്കമില്ല അവസാനമില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ മതങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ വന്ന് ഇവിടെ ആൾക്കാരെ അജ്ഞരാക്കിയിരിക്കുക. ഇവരാദ്യം ഈ പണികളെല്ലാം നിർത്തണം. ഈ കെട്ടതെല്ലാം ഇടിച്ച് നിർത്തണം. ഈ പള്ളികളും ക്ഷേത്രങ്ങളും അമ്പലങ്ങളും എൻ്റെ സങ്കല്പത്തിലും ഇത്ര സുന്ദരമായ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ഇതെല്ലാം കെട്ടതാണ് ഈ ലോകത്തിൽ. ഇത് സംഘർഷം നിറയ്ക്കുന്ന ലോകമാണ്, സമാധാനമില്ലാത്ത ലോകമാണ്. ഇപ്പോൾ ലാംഗ്വേജ് വേറൊന്നും. നമ്മുടെ മനസ്സിന് ഇത്രേ അറിയാമോ മോനെ? ഈ തുടങ്ങുന്നു, ഞാൻ ജനിച്ചു, അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നു, ഈ മരം വളർന്നു, അത് കുറച്ച് നാൾ കഴിഞ്ഞ് തീരുന്നു, ഭൂമി വരെ നശിപ്പിക്കുന്നുള്ള സംഭവം. പക്ഷേ ഈ അനന്തത എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നിത്യത. ഈ നക്ഷത്രങ്ങളും ഗാലക്സിയും സൗരയുധങ്ങളും നിങ്ങളും ഞാനും വന്നും പോയിക്കൊണ്ടിരിക്കും. ഈവൻ ഈ വിശാല ക്യാൻവാസ് ഉണ്ടല്ലോ, ഇതിവിടെ തുടങ്ങും. കാര്യം അത് തുടങ്ങിയിട്ടില്ല, അത് നിത്യതയാണ്, അത് അവസാനിക്കുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത്. അവിടെ തുടക്കമില്ല, അവസാനമില്ല. അത് ഈ മതങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാനോ അവർക്കത് മനസ്സിലായിട്ട് വേണ്ട, ഇവരെല്ലാം അങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കാൻ അവർ കുറച്ച് വാക്കുമായിട്ട് വന്നിട്ട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുക. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ട്. അപ്പോൾ താങ്ക് യു സാർ, നമുക്ക് ഇതാണ് ഒരു അഡ്വൈസ് തന്നതിന്. അപ്പോൾ ഓക്കെ.